അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരു കൊച്ചു ചിത്രം എക്കോ എന്ന് പറയുന്ന ചിത്രം വിലായത്ത് ബുദ്ധയുമായിട്ട് മത്സരിച്ച് റിലീസ് ചെയ്തപ്പോൾ ചിലരെങ്കിലും ഒന്ന് കണ്ണുവീഴ്ച കാണും അല്ലേ, അല്ലെങ്കിൽ നെറ്റി വിളിച്ച് കാണും. കാരണം വിലായത്ത് ബുദ്ധയോടൊപ്പം വേണോ എന്ന് നമ്മൾ ചിന്തിച്ച് കാണും. എക്കോ എന്ന ചിത്രം വമ്പൻ വിജയം നേടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം മികച്ച തിരക്കഥയും അതും മികച്ചൊരു ടീമും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യുവതാരമായ നമ്മുടെ സന്ദീപ് പ്രദീപും ഞെട്ടിപ്പിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. കൂടെ സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന യുവതാരത്തിനോടൊപ്പം വന്നതാരാണ്? പഴയ നടന്മാരായ വിനീതും അശോകനും നരേനും ബിനുപ്പപ്പനും ഇവരൊക്കെ തന്നെയാണ് വന്നത്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടായ പരിശ്രമം, സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാം കൂടെ ഒരു ടീം ഒന്നിച്ചപ്പം, കിഷ്കിന്ധകാണ്ഡൻ ടീം ഒന്നിച്ചപ്പം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അവർ തന്നത്. തിയേറ്ററിലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നേറുന്ന ചിത്രം ഇന്നലെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 1,70,00,000 അങ്ങനെ കേരള കളക്ഷൻ 7,02,00,000 ചെന്ന് നിൽക്കുന്നു. കർണാടകത്തിൽ നിന്ന് ഇന്നലെ ഈ ചിത്രം കളക്ട് ചെയ്ത് 17 ലക്ഷം ആണെങ്കിൽ അങ്ങനെ കർണാടകത്തിൽ നിന്ന് ഇന്നുകൊണ്ട് 1 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട് ഇത് മാറുന്നുണ്ട്. അതുപോലെ ആന്ധ്രയിൽ നിന്ന് 2 ലക്ഷം കളക്ട് ചെയ്ത ഈ ചിത്രം 13 ലക്ഷത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 8 ലക്ഷം കളക്ട് ചെയ്ത ഈ ചിത്രം 36 ലക്ഷത്തിലേക്ക് എത്തുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷം കളക്ട് ചെയ്ത ഈ ചിത്രം 26 ലക്ഷത്തിലെത്തുന്നു. ഇന്നലെ ടോട്ടലായത് ഈ ചിത്രം കളക്ട് ചെയ്തത് 2 കോടി രൂപയാണ് ഇന്ത്യ ഗ്രോഫായിട്ട്. ടോട്ടൽ ഇന്ത്യ ഗ്രോഫ് 8,75,00,000 നിൽക്കുന്നു. ഓവർസീസിൽ നിന്ന് 5,25,00,000 കളക്ട് ചെയ്ത ഈ ചിത്രം ടോട്ടൽ കളക്ഷൻ 14 കോടി പിന്നിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വിചാരിച്ചത് 13 കോടി, ചിലരെങ്കിലും 15 കോടിയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം എന്നാലും 14 കോടി ചെറിയ തുകയല്ലല്ലേ. 16 കോടി എന്ന് പറയുന്നത് സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ഒരു യുവ നടനിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ളൊരു തുക തന്നെയാണ്. അങ്ങനെ ചിത്രം, എനിക്ക് തോന്നുന്നു ചിത്രം, അതിൻ്റെ കഥ, അതിൻ്റെ മേക്കിങ്ങും ഒക്കെയാണ് എല്ലാവരും ഇപ്പം ശ്രദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു യുവതാരം അഭിനയിച്ചു കഴിഞ്ഞാലും പണം വിജയിപ്പിക്കാം. പിന്നെ സൂപ്പർ താരങ്ങളുണ്ടെങ്കിൽ അതിന് ഹൈപ്പ് അങ്ങ് കൂടും. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ളവരൊക്കെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഹൈപ്പ് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും സന്ദീപ് പ്രദീപ് നമ്മളെ ഞെട്ടിപ്പിച്ചു. അപ്പോൾ ഇന്നും ഈ ചിത്രത്തിന് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് കാണിക്കുന്നത്. കാരണം ഇന്നും 4,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്നുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ദിവസമൊക്കെ സാധാരണ ചിത്രങ്ങളെ സംബന്ധിച്ച്, എത്ര സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളെ സംബന്ധിച്ചും ഒരു പതിഞ്ഞ തുടക്കമൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാകുന്നത്. ഇന്നും ഈ ചിത്രം ഞെട്ടിപ്പിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു 1.5 കോടിക്ക് മുകളിൽ ഇന്നും കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വേൾഡ് വൈഡായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 2.5-3 കോടി റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 16-17 കോടിയിലേക്ക് ഈ ചിത്രം കടക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് 1.5 കോടിയെങ്കിലും പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം ഇന്നുകൊണ്ട് 8.5 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ മികച്ച രീതിയിൽ ഒരാഴ്ച പിന്നിടും മുമ്പേ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നു. അതുപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു യുവ നടനുമായി, യുവ സൂപ്പർ സ്റ്റാറുമായിട്ട് ഏറ്റുമുട്ടിയാണ് ഈ നേട്ടം കൊയ്യുന്നതെന്ന് കാണുമ്പോൾ സന്തോഷം അല്ലാതെ എന്ത് പറയാനല്ലേ. അങ്ങനെ എക്കോ വൻ വിജയത്തിലേക്ക് നീങ്ങുന്ന ചിത്രമാണ് കാണുന്നത്. വിലായത്ത് ബുദ്ധയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്ത് പറയാനാണ്, ഞാൻ പറഞ്ഞത് വാഷ് ഔട്ടായി എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെയും ഏകദേശം 50 ലക്ഷത്തിന് താഴെയായിരുന്നു കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത്. പിന്നെ വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 7 കോടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനൊന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതിൽ കൂടുതൽ ഒരു അത്ഭുതമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വിലായത്ത് ബുദ്ധ വാഷ് ഔട്ടായി എന്ന് തന്നെ നമ്മൾ കരുതാം. എക്കോ കത്തിക്കേറുകയാണ്. അപ്പം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രകടനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എക്കോ എന്ന ചിത്രം വൻ വിജയമായി മാറി, അത് തന്നെ സന്തോഷം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.